നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഇതിൻ്റെ കലയരങ്ങിൻ്റെ ദിവസമാണല്ലോ. ശനിയാഴ്ച ദിവസം ഏതെങ്കിലും ഒരു പാചകവുമായിട്ടാണ് ഞാൻ വരാറ് പതിവ്. ഇന്നും അത് പതിവ് തെറ്റിക്കണ്ടെന്ന് തന്നെ കരുതി ഒരു പാചക റെസിപ്പിയാണ്. അവിചാരിതമായി വന്നുപെട്ട ഒരു പാചകമാണ് കേട്ടോ അത്. ഞാൻ മനഃപൂർവ്വം ഒന്നും ഉണ്ടാക്കിയതല്ല, നേരത്തെ അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടുമില്ല. സംഗതി വെച്ചാൽ ഉണ്ടാക്കി വന്നപ്പോൾ തരക്കേടില്ലാന്ന് തോന്നി ഞാൻ നിങ്ങളോട് പറയുന്നു, അത്രയേ ഉള്ളൂ. അതായത് ഇപ്പോൾ എൻ്റെ ഭവനത്തിൽ ഈ കാന്താരി മുളക് ധാരാളം ഉണ്ടായിട്ടുണ്ട്. ആകെ 2-3 കടകളൊക്കെ ഉള്ളൂ. പക്ഷെ അതുമേ ഇപ്പം നല്ല ഇതായിട്ട് മുളകുണ്ടായിക്കൊണ്ടിരിക്കുന്ന കാന്താരി മുളക് കഴിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ. കുറച്ച് ഞാൻ തൈര് മുളക് ഉണക്കുന്നത് പോലെ ഉണക്കി സൂക്ഷിച്ചു വെച്ചു. പക്ഷെ അത് വറുത്ത് നോക്കിയപ്പോഴേ അപ്പം മുളക് ഒരെണ്ണം നമ്മൾ കടിക്കുകയാണെങ്കിൽ നല്ല അസൽ എരിവാ. കാന്താരി കാന്താരിയും അതിൻ്റെ ഒപ്പം വെളുത്ത നിറത്തിൽ ഇത്ര നീളത്തിലുള്ളൊരു തരം പച്ചമുളകില്ലേ, അതും ഉണ്ട്. എന്തായാലും എരിവാ. അപ്പം അത് പെട്ടെന്ന് കൂടുതലായിട്ടൊന്നും ചിലവഴിക്കാൻ പറ്റില്ല. നമുക്കൊരു കൂട്ടാനിലേക്കോ മുളക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചൂട്ടാനോ എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ ചേർക്കേണ്ടതൊക്കെ ചേർക്കാമെന്നല്ലാതെ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ മുളക് നമുക്ക് വെറുതെ കളയാൻ പറ്റുമൊന്നുമില്ല. ഞാൻ ഉണക്കി വെച്ചു. അല്ലാതെ 2 ദിവസം ഒരു വാളം പറിച്ചു കൊണ്ടുവരും. ആ കൊണ്ടുവരണതും ഒക്കെ ചിലവഴിക്കാനായിട്ട് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിൻ്റെ എല്ലാം ചേർത്തിട്ട് ഉപ്പിലിട്ടതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒരു സ്പെഷ്യൽ ചമ്മന്തി ഞങ്ങൾ അരയ്ക്കും. അങ്ങനെ ചമ്മന്തി അരയ്ക്കുമ്പോൾ കാര്യം നമ്മൾ ഒരു 4-5 മുളകേ ചേർത്തുള്ളൂ വെച്ചാലും നല്ല അസലെരിവ്. എരിവ് ശമിക്കാനൊരു വഴിയില്ലല്ലോ. കാന്താരി മുളക് വേണം താനും, അതിന് സ്വാദും ഉണ്ട്. പക്ഷേ എരിവ് അങ്ങോട്ട് നമുക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ വന്നേക്കുമ്പോൾ ഞാനൊരു പരീക്ഷണാർത്ഥം ഒരു പരീക്ഷണം ചെയ്തതാണ്. പറയാം. ഒരു ചമ്മന്തിയാണ് കേട്ടോ ഇത്. പറയട്ടെ. അത് ദോശയ്ക്ക് എടുക്കാം. പിന്നെ നമുക്ക് ആ ഊണ് കഴിക്കുമ്പോഴും ഒരു ചമ്മന്തിയൊക്കെ കൂട്ടാം. വൈകുന്നേരം ചില ദിവസങ്ങളിൽ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ 2 പേര്, ഞാനും എൻ്റെ ഹസ്ബൻഡും രാത്രി കഞ്ഞി മതിയെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കഞ്ഞിക്കും മറ്റൊന്നും വേണ്ട, ഒരു ചമ്മന്തി ഒന്ന് തൊട്ട് നോക്കാൻ മതി. അപ്പോൾ അതിനും ഈ ചമ്മന്തി നല്ലതാണ്. ഈ ചമ്മന്തിക്ക് വേണ്ട റെസിറ്റ് സാധാരണ പോലെ തന്നെ. എന്തൊക്കെ? ചിരകിയ അരമുറി തേങ്ങ, 5-6 ചുമന്ന ഉള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, 2-3 ഇതൾ കറിവേപ്പിൻ്റെ ഉപ്പ്, ലേശം പുളി. ഇത്രയും സാധാരണ ചമ്മന്തിക്ക് വേണം. ഇനി നമ്മളിതിലേക്ക് മുളകിനായിട്ട് എടുക്കാൻ ഉദ്ദേശിച്ചേക്കണത് കാന്താരി മുളകാണ്. 8-10 മുളകൊക്കെ അങ്ങോട്ട് എടുത്തു. എരിവ് കൂടും, ഉറപ്പാണല്ലോ. എരിവിനെ ശമിപ്പിക്കാൻ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചപ്പോൾ എനിക്കൊരു സൂത്രം തോന്നി. ഈ കപ്പലണ്ടി എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ പച്ചയ്ക്ക് വാങ്ങിച്ചിട്ട് വറുത്തിങ്ങനെ വെക്കും. അത് എന്നിട്ട് ഇത്തിരി ചിലപ്പോൾ ഉപ്പിടും, ചിലപ്പോൾ അതിനകത്ത് ഇത്തിരി മുളക് പൊടി ഇടും, ചിലപ്പോൾ 5-6 കറിവേപ്പിൻ്റെ ഇലയൊക്കെ അതിൻ്റെ കൂടെ ഇടും. എന്നിട്ട് കുപ്പിക്കകത്താക്കി വയ്ക്കാം. അപ്പോൾ ചിലരൊക്കെ അങ്ങനെ സ്പൂൺ കൊണ്ട് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലെടുത്തിട്ട് അങ്ങനെയൊക്കെ ഇടയ്ക്ക് തിന്നലൊക്കെ പതിവുണ്ട്. അപ്പോൾ ആ കപ്പലണ്ടി വറുത്തിട്ട് ഞാൻ ഒട്ടും പഠിച്ചില്ല. ഒരു കൈ നിറയെ കപ്പലണ്ടി അങ്ങോട്ട് വറുത്തതും കൂടി ഇതിലേക്കിട്ടു, ഈ അരയ്ക്കാനുള്ളതിലേക്ക്. എന്നിട്ട് എല്ലാം കൂടെ ഭംഗിയായിട്ട് അങ്ങോട്ട് അരച്ചു. അപ്പോൾ സാധാരണ തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പിൻ്റെ ഉപ്പ്, പുളി ഇതൊക്കെ ചേർത്തത് കൂടാതെ ഒരു വാളൻ വറുത്ത കപ്പലണ്ടി. ഞാൻ തൊലിയൊന്നും കളഞ്ഞില്ല കേട്ടോ. തൊലിയിൽ അപ്പടി പോഷകാംശം എന്നാണ് എല്ലാവരും പറയണത്. പോട്ടെ പോഷകാംശം. സൂപ്പറായിട്ട് അങ്ങോട്ട് അരച്ചു, ഉരുട്ടി അങ്ങോട്ട് എടുത്തു. നല്ല ചമ്മന്തി. കാന്താരി മുളകിൻ്റെ എരിവൊക്കെ ശമിച്ചിരിക്കണു. ഇത് ഈ കപ്പലണ്ടിയും കൂടി അങ്ങോട്ട് ചെന്നപ്പോൾ ഉണ്ടല്ലോ, കാന്താരി മുളകിന് ഒതുക്കാൻ അങ്ങോട്ട് പറ്റി അതിൻ്റെ എരിവിനെ. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ചമ്മന്തി, ഇതാ കാണാം. ഇന്ന് വൈകുന്നേരം കഞ്ഞിക്ക് അരച്ച് വെച്ചേക്കണ്ട അത്താഴത്തിന്. ഇതാ നോക്കൂ, ഈ ചമ്മന്തി കാണാനുണ്ടോ? ഒരു സ്പൂണും കൂടി വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. നല്ല സൂപ്പർ ചമ്മന്തി കേട്ടോ.
ഞാനിതിന് മുമ്പ് അരച്ചിട്ടില്ല ഉള്ള കാര്യം പറയാമല്ലോ. മുതിരയിട്ട് ചമ്മന്തി അരച്ചിട്ടുണ്ട് പറയാം. അത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. ഇത് കപ്പലണ്ടിയാണ്. തേങ്ങ, ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും ഒക്കെ കൂടാതെ കണ്ട് കുറച്ച് വറുത്ത കപ്പലണ്ടി. കശുരണ്ടിപ്പരിപ്പിട്ടാലും നന്നാവുമെന്ന് തോന്നുന്നു. പക്ഷേ ഇത്രയധികം കശുരണ്ടിപ്പരിപ്പൊക്കെ ഇട്ടാൽ പറ്റുമോ? ഏറ്റവും നല്ല ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ കപ്പലണ്ടി തന്നെയാണ്. വലിയ വിലയൊന്നും ഇല്ലേനും വറുത്തത് ഇരിക്കുന്നുണ്ടെങ്കിൽ അരക്കില്ല. അപ്പം ഇന്നത്തെ പാചകവിധിയിലേക്കുള്ള എൻ്റെ വിഭവം ഒരു ചമ്മന്തി, സ്പെഷ്യൽ ചമ്മന്തി, കപ്പലണ്ടി ചമ്മന്തി. നിലക്കടല എന്നും പറയും ഇതിന്. അപ്പം നമുക്ക് എന്തെന്നാ പറയുക, സാധാരണ കടല വറുത്തത്, കടല പൊട്ടുകടല ഇതുപോലെ പറ്റുമെന്നല്ല. ഈ കാന്താരി മുളക് ചേർത്ത് ചമ്മന്തി അരയ്ക്കുമ്പോൾ നല്ല സ്വാദാണ്. പക്ഷേ കാന്താരി മുളകിൻ്റെ എരിവ് ഒന്ന് ശമിപ്പിക്കാൻ കപ്പലണ്ടിയോ, ഞാനിപ്പോൾ കപ്പലണ്ടി ചേർത്ത് അരച്ചു, മുതിര ചേർത്ത് അരച്ചിട്ടുണ്ട്, വറുത്ത മുതിര. അതും നല്ലതായിരുന്നു, വേറെ ഒരു ടേസ്റ്റാന്ന് മാത്രം. കപ്പലണ്ടി നല്ല ചമ്മന്തി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളൊന്ന് ചമ്മന്തി അരച്ച് നോക്കൂ. നമുക്കൊന്ന് തൊട്ട് കൂട്ടാലോ ദോശയ്ക്കോ. എനിക്ക് തോന്നുന്നു, ഞാൻ ചെയ്തിട്ടില്ല, ഇത് കുറച്ച് വെള്ളത്തോട് കൂടിയിട്ട് അങ്ങോട്ട് കലക്കി ചട്ടണി വറുത്തിടണ പോലെ ഇതങ്ങോട്ട് കലക്കി വറുത്തിട്ടാൽ ഇപ്പം എന്താ തിരക്കട, നൂലപ്പത്തിനോ ദോശയ്ക്കോ ഒന്നും ഒരു കുഴപ്പമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കൂട്ടിയൊക്കെ അങ്ങോട്ട് കഴിക്കാം, പോരായൊന്നുമില്ല. ഞാൻ ഇപ്പം ചമ്മന്തി അരച്ചിട്ടേ ഉള്ളൂ കേട്ടോ, ചട്ടണി ആക്കിയിട്ടില്ല. നോക്കാം അടുത്ത ദിവസം. അപ്പം ഇന്നത്തെ എൻ്റെ പാചകവിധിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ നിലക്കടല ചമ്മന്തി, കപ്പലണ്ടി ചമ്മന്തി എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ചമ്മന്തി. ചമ്മന്തിക്കകത്തും ഒരു സൂത്രം. അങ്ങനെയാകാം. എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒന്നുണ്ടാക്കി നോക്കൂ. എല്ലാ സാധനവും നമ്മുടെ അടുക്കളയിൽ തന്നെ, നമ്മുടെ വർക്ക്ഷോപ്പിലില്ലാത്ത സംഭവം ഉണ്ടോ? ഒക്കെ ഒന്ന് തപ്പി വാരിയെടുത്ത് ചേർത്ത് ചമ്മന്തി അരച്ചു സർപ്രൈസായിട്ട് അങ്ങോട്ട് വിളമ്പൂ. എല്ലാവരും നല്ലതാ എന്ന് തന്നെ പറയും. അപ്പോൾ ഈ ചമ്മന്തി ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. എല്ലാവരും ഇതുണ്ടാക്കാൻ നോക്കൂ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കൂ. എനിക്ക് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനൊക്കെ ഉണ്ടാവുമായിരിക്കൂലേ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എന്നാലും പുതിയ ആൾക്കാരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയൂ. ഇത് നമ്മുടെ അടുക്കളക്കാര്യമല്ലേ ചങ്ങാതി. ഞാൻ നിങ്ങളുടെ മാലതി ചേച്ചി. ആകുന്നത്ര സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവരും ചമ്മന്തി അരയ്ക്കും. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി.